ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പാസ്പോർട്ട് അപേക്ഷകൾക്കൊപ്പം സമർപ്പിക്കേണ്ട ഫോട്ടോയ്ക്ക് പുതിയ മാർഗനിർദ്ദേശവുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ചാണ് കോൺസുലേറ്റിന്റെ നടപടി. തീരുമാനം അടുത്ത മാസം 1 മുതൽ നടപ്പാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പാസ്പോർട്ടിലെ ചിത്രങ്ങളെക്കുറിച്ച് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നേരത്തെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇത് പരിഗണിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ചാണ് കോൺസുലേറ്റ് പുതിയ മാനദണ്ഡം പുറപ്പെടുവിച്ചത്. തലയും തോൾഭാഗവും ഉൾപ്പെടുന്ന കളർ ക്ലോസപ്പ് ചിത്രമായിരിക്കണം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വെള്ള നിറമായിരിക്കണം. മുഖം വ്യക്തമായി കാണണം. മുഖത്തെ ഭാവം സാധാരണ നിലയിലുള്ളതാകണം. മുഖത്ത് വെളിച്ചക്കുറവോ നിഴല് ഉണ്ടാകരുത്. വാ തുറന്നു പിടിച്ച തരത്തിലുള്ള ചിത്രങ്ങൾ സ്വീകരിക്കില്ല. മുഖമോ കണ്ണുകളോ മറയ്ക്കുന്ന വിധത്തിൽ മുടി വീണ് കിടക്കരുത്. കണ്ണിലെ കൃഷ്ണമണിയിൽ നിഴലോ പ്രതിബിംബങ്ങളോ പാടില്ല എന്നതുൾപ്പെടെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ചിത്രങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഫിൽറ്ററോ എഡിറ്റിംഗോ പാടില്ല എന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. തീരുമാനം അടുത്ത മാസം 1 മുതൽ നിലവിൽ വരും. 24 ദുബായ്. സൗദിയിൽ സർക്കാർ ജോലിയുള്ള പ്രവാസികളുടെ എണ്ണം 1,40,000 കടന്നതായി റിപ്പോർട്ട്. സർക്കാർ ജോലിയുള്ള സ്വദേശി വനിതകളുടെ എണ്ണം 5.5 ലക്ഷം കവിഞ്ഞു. 14,02,671 പേരാണ് സൗദിയിൽ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നത്. 2025 രണ്ടാം പാദത്തിലെ കണക്കാണിത്. സർക്കാർ ജീവനക്കാരിൽ 90% സ്വദേശികളും 10% വിദേശികളുമാണെന്ന് റിപ്പോർട്ട് പറയുന്നു. 12,62,404 സ്വദേശികൾ സർക്കാർ ജോലിക്കാരാണ്. 1,40,267 വിദേശികളും സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നു. ആകെ ജീവനക്കാരിൽ 40% സ്ത്രീകളാണ്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദി വനിതകളുടെ എണ്ണം വർദ്ധിച്ചതായും റിപ്പോർട്ട് പറയുന്നു. 5,56,934 സൗദി വനിതകൾക്കാണ് സർക്കാർ ജോലിയുള്ളത്. റിയാദ് മേഖലയിൽ മാത്രം 3,30,000-ലേറെ സർക്കാർ ജീവനക്കാരുണ്ട്. മക്ക മേഖലയിൽ 2,70,000-ഉം കിഴക്കൻ പ്രവിശ്യയിൽ 1,90,000-ഉം പേർ ജോലി ചെയ്യുന്നു. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന വിദേശികളിൽ ഭൂരിഭാഗവും ആരോഗ്യമേഖലയിലാണ്. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകളിൽ 40%-ഉം വിദേശികളാണ്. വിദ്യാഭ്യാസ മേഖലയിലെ വനിതകളിൽ 95%-ഉം സ്വദേശികളാണെന്നും റിപ്പോർട്ട് പറയുന്നു. 24 ജിദ്ദ. 15ാമത് ഇന്തോ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് തിരിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിൽ ജപ്പാനീസ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര പ്രതിരോധ മേഖലകളിൽ സഹകരണത്തിനായുള്ള കരാറുകളിൽ ഒപ്പുവയ്ക്കും. 2018 ഇന്തോ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ജപ്പാനിലെത്തുന്നത്. ഈ വർഷം ജൂണിൽ കാനഡയിൽ G7 ഉച്ചകോടിക്കിടെ മോദിയും ഇഷിബയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ശാസ്ത്ര സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുക. ഇന്ത്യ ജപ്പാൻ വ്യവസായ പ്രമുഖരുമൊത്തുള്ള ബിസിനസ് ലീഡേഴ്സ് ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ജാപ്പനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള സാധ്യതകളും പുതിയ സഹകരണ കരാറുകളും ചർച്ച ചെയ്യും. ജാപ്പനീസ് സെമി കണ്ടക്ടർ കമ്പനിയായ ടോക്കിയോ ഇലക്ട്രോൺ ഫാക്ടറിയും ബുള്ളറ്റ് ട്രെയിനിന്റെ കോച്ചുകളുണ്ടാക്കുന്ന പ്ലാന്റും സന്ദർശിക്കും. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിനായുള്ള ധാരണയും ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷ. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം മോദി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്കായി ചൈനയിലേക്ക് പോകും. ഇന്റർനാഷണൽ ഡെസ്ക് 24. 5 പതിറ്റാണ്ടോളം ഷാർജയിലെ പ്രവാസികൾക്കിടയിൽ നിറസാന്നിധ്യമായിരുന്ന സാഹിത്യകാരനും ഷാർജ റൂളേഴ്സ് ഓഫീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന കണ്ണൂർ അഴീക്കോട് സ്വദേശി ബാലചന്ദ്രൻ തെക്കന്മാർ ഷാർജയിൽ നിര്യാതനായി. 78 വയസ്സായിരുന്നു. 1974 മുതൽ ഷാർജയിൽ പ്രവാസിയായ ബാലചന്ദ്രൻ ഷാർജ അൽ സഹിയയിൽ സ്വന്തം വീട്ടിലായിരുന്നു താമസം. ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി സമാഹാരമായ റിഫ്ലക്ഷൻസ് അടക്കം നിരവധി കൃതികൾ പ്രസിദ്ധീകരിച്ചു. ആദ്യ പുസ്തകമായ എസൻസ് ഓഫ് ലൈഫ് ആൻഡ് അതർ സ്റ്റോറി സമർപ്പിച്ചത് UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിക്ക് വേണ്ടിയായിരുന്നു. ഭാര്യ പ്രേമജ, മക്കൾ സുഭാഷ്, ഡോക്ടർ സജിത. സംസ്കാരം ഷാർജയിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച്. പ്രത്യേക സംഘത്തെ നിയോഗിച്ചായിരിക്കും അന്വേഷണം. രാഹുലിനെതിരെയുള്ളത് കള്ളക്കേസാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ, അശ്ലീല സന്ദേശമയക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ്. നേരിട്ട് പരാതി ലഭിക്കാത്തതിനാൽ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആരോപണമുന്നയിച്ച് യുവതികളുടെ മൊഴിയെടുക്കും. തിരുവനന്തപുരത്തും എറണാകുളത്തും പോലീസിൽ ലഭിച്ച പരാതികൾ കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും.
പരാതിക്കാരും തെളിവുമില്ലാതെയാണ് കേസെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഒരു പരാതിയില്ലാതെ അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൗസ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 28 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ KPCC ഓഫീസിലും തിരുവനന്തപുരം DCCയിലും പോലീസ് കാവലേർപ്പെടുത്തി. ഷാഫി പറമ്പിൽ MPയെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സ്വരാജ് റൗണ്ടിലെ CPIMന്റെ ഫ്ലെക്സുകളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചു കീറി. ന്യൂസ് ഡെസ്ക് 24. വിരമിക്കൽ അഭ്യൂഹങ്ങൾ തള്ളി RSS മേധാവി മോഹൻ ഭാഗവത് താൻ വിരമിക്കണമെന്നോ മറ്റാരെങ്കിലും വിരമിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. സംഘടന ആവശ്യപ്പെടുന്ന കാലത്തോളം സ്ഥാനത്ത് തുടരും. BJPയുമായി തർക്കമില്ല. വിവാദ ഭരണഘടനാ ഭേദഗതി ബില്ലിനെ മോഹൻ ഭാഗവത് പിന്തുണച്ചു. 75 വയസ്സിലെ പദവികളിൽ നിന്നുള്ള വിരമിക്കൽ അഭ്യൂഹങ്ങൾ തള്ളുകയാണ് RSS മേധാവി മോഹൻ ഭഗവത്. 75 വയസ്സ് തികയുമ്പോൾ താൻ വിരമിക്കുമെന്നോ മറ്റാരെങ്കിലും വിരമിക്കണമെന്നോ പറഞ്ഞിട്ടില്ലെന്ന് RSS മേധാവി. I never said that I will retire or someone should retire. So if I am 80 years old and Sangh will tell me go run a shaka, I will have to go. I cannot say I have completed 75 years. I want to enjoy the retirement benefits. No, there is no benefit in Sangh. സംഘടന ആവശ്യപ്പെട്ടാൽ 80 വയസ്സ് കഴിഞ്ഞാലും RSSനെ നയിക്കും. ജനസംഖ്യാ സന്തുലനത്തിന് ഒരു കുടുംബത്തിൽ 3 കുട്ടികൾ വേണം. ജനസംഖ്യാ വ്യതിയാനത്തിന്റെ കാരണങ്ങളിലൊന്ന് മതപരിവർത്തനമെന്നും മോഹൻ ഭഗവത്. कि 3 संतान होने से बहुत देर नहीं करना विवाह में और 3 संतान होना, इससे माता पिता का, संतानों का, तीनों का स्वास्थ्य अच्छा रहता है. तो भारतवर्ष के प्रत्येक नागरिक ने ये देखना चाहिए कि अपने घर में 3 होने चाहिए. സുതാര്യതയുടെ പേരിൽ വിവാദ ഭരണഘടനാ ഭേദഗതി ബില്ലിനെ RSS മേധാവി പിന്തുണയ്ക്കുകയാണ്. കേന്ദ്ര സർക്കാർ RSS അസ്വാരസ്യങ്ങളിൽ തർക്കങ്ങൾ ഒന്നുമില്ല. എല്ലാ സർക്കാരുമായും എല്ലാ കാലത്തും നല്ല ബന്ധമെന്നും മോഹൻ ഭഗവത് കൂട്ടിച്ചേർത്തു. 24 ഡൽഹി. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ്സിടിച്ച് 6 പേർക്ക് ദാരുണാന്ത്യം. ഓട്ടോറിക്ഷ യാത്രക്കാരായ കർണാടക സ്വദേശികളാണ് മരിച്ചത്. ബസ് നിയന്ത്രണം വിട്ട് 2 ഓട്ടോറിക്ഷകളിലും ബസ് കാത്തു നിൽക്കുന്നവരെയും ഇടിക്കുകയായിരുന്നു. അപകടമുണ്ടാക്കിയ കർണാടക RTC ബസിന്റെ ഡ്രൈവർ നിജലിംഗപ്പയെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ഉച്ചയ്ക്ക് 1:15 അപകടം. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് റോഡിന്റെ മറുഭാഗത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കറങ്ങിത്തിരിഞ്ഞ ബസ് പിന്നോട്ടുപോയി റോഡരികിലുള്ള കൈവരികൾ തകർത്ത് ബസ് കാത്തിരിക്കുന്നവരെ ഇടിച്ചു വീഴ്ത്തി. തുടർന്ന് മറ്റൊരു ഓട്ടോറിക്ഷയിലും ഇടിച്ച് റോഡിന് പുറത്തേക്ക്. അപകടത്തിൽപ്പെട്ടവരെ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലും മംഗലാപുരത്തെ ആശുപത്രിയിലും എത്തിച്ചു. ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് 6 പേര് മരിച്ചു. 2 പേര് ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിലാണ്. അതിൽ ഒരാളുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. വണ്ടി തിരിയുന്ന സൗണ്ട് കേട്ട് അത് കേട്ടപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വണ്ടി കടിച്ച്, പിന്നെ ബസ്സിൻ്റെ ബാക്ക് തട്ടി ഞാൻ തെറിച്ച്, പിന്നീട് കാണിച്ചു നോക്കുമ്പോൾ വണ്ടി മറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു. നിയമലംഘനത്തിൽ കർശന നടപടിയെടുക്കണമെന്ന് MLA മാരായ NA നെല്ലിക്കുന്നും AKM അഷ്റഫും ആവശ്യപ്പെട്ടു. അപകടമുണ്ടാക്കിയ കർണാടക RTC ബസിന്റെ ഡ്രൈവർ ബാഗൽകോട്ട് സ്വദേശി നിജലിംഗപ്പയെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. കർണാടക RTC ബസ്സുകൾ നിരന്തരമായി നിയമലംഘനം നടത്തുന്നതും ഡ്രൈവർമാർ കൂളും ഹാൻഡ്സും പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനമോടിക്കുന്നതും പതിവാണ്. നാട്ടുകാർ നിരന്തരമായി പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് ഈ അപകടം. അടിയന്തരമായ നടപടികൾ കൈക്കൊള്ളണം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. വോട്ടുകൊള്ളയുടെ കൂടുതൽ തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. BJPയും RSSും വോട്ട് മോഷ്ടിച്ചാണ് വിജയിച്ചതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുകയാണ്. ജാനകി മന്ദിറിൽ ദർശനം നടത്തിയ ശേഷമാണ് 12ാം ദിവസം രാഹുലിന്റെ യാത്ര പുനരാരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെയുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേടിലെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും രാഹുൽ ഗാന്ധി. വോട്ടർ അധികാർ യാത്ര അവസാനിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. और BJP और इलेक्शन कमीशन को बिहार में एक वोट चोरी नहीं करने देगी. उसमें EBC है, गलत है,
पात्र लोग हैं, गरीब लोग हैं, किसान हैं, उसमें एक अमीर व्यक्ति का नाम नहीं है. അവസരവാദികളുടെ ഭരണം അവസാനിപ്പിക്കുമെന്നും അടിക്കടി മറുകണ്ഠം ചാടുന്ന നിതീഷ് കുമാറിനെ താഴെയിറക്കുമെന്നും RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാളെ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന വോട്ടറധികാർ യാത്രയിൽ പങ്കെടുക്കും. അഖിലേഷ് യാദവ്, ഹേമന്ത് സോറൻ, സുഖ്ബീന്ദർ സുഖു തുടങ്ങിയവരും വരും ദിവസങ്ങളിൽ യാത്രയുടെ ഭാഗമാകും. 24 ഡൽഹി. ദുരിതപ്പെയ്ത്തിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. ജമ്മുകശ്മീരിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും മരണം 41ആയി. നിരവധി പേർക്ക് പരിക്കേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചണ്ഡീഗഡ് മണാലി ഹൈവേ അടച്ചു. മൂന്ന് ദിവസമായി തുടരുന്ന മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിതച്ചത് കനത്ത നാശനഷ്ടം. നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ജമ്മു കാശ്മീരിലെ ബലീചരണയിൽ 35 വീടുകൾ തകർന്നു. മഴക്കെടുതി ശക്തമായ ധോഡ, അനന്തനാഗ് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി പേരെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റി. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം രക്ഷാപ്രവർത്തനവും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി നൽകി. പരീക്ഷകൾ മാറ്റിവെച്ചു. മഴക്കെടുതി ബാധിച്ച പഞ്ചാബിൽ രക്ഷാപ്രവർത്തനം വ്യോമസേന ഊർജിതമാക്കി. ഗുരുദാസ്പൂരിൽ നിന്ന് 27 പേരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ശക്തമായ മഴയെ തുടർന്ന് ഹിമാചലിൽ മണ്ണിടിച്ചിലുണ്ടായി. ചണ്ഡീഗഡ് മണാലി ഹൈവേ അടച്ചു. കുളുവിൽ ബിയാസ് നദി കരകവിഞ്ഞതോടെ ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു. 24 ഡൽഹി. വാർത്തകളിലേക്ക് വീണ്ടും. ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫർ ഉത്സവത്തിന് തുടക്കമിട്ട് ലുലു സൗദി ഓൺ സെയിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് 27 മുതൽ 30 വരെയാണ് മെഗാ ഓഫർ. സെയിലിന്റെ ഭാഗമായി സൗദിയിലുടനീളമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ വിവിധ കാറ്റഗറികളിലായി ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലുലു സൗദിയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫർ ഉത്സവത്തിനാണ് കഴിഞ്ഞ ദിവസം മുതൽ തുടക്കമായത്. ഓഗസ്റ്റ് 27 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന ഓൺസെയിൽ മെഗാ ഓഫർ ഷോപ്പിംഗിന്റെ ഭാഗമായി സൗദിയിലുടനീളമുള്ള എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും വിവിധ കാറ്റഗറികളിലായി ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ എല്ലാ കാറ്റഗറികളിലും ഫ്ലാറ്റ് 50 ഓഫറുകൾ. ഗ്രോസറി, ബേക്കറി, വീട്ടാവശ്യ സാധനങ്ങൾ, ഫാഷൻ, ഇലക്ട്രോണിക്സ് അടക്കം എല്ലാ കാറ്റഗറികളിലും ഫ്ലാറ്റ് 50 ഓഫറുകൾ ലഭിക്കും. ആഗോള ഫാഷൻ ബ്രാൻഡുകളും മൊബൈൽ, ലാപ്ടോപ്പ് അടക്കം ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുന്ന കുടുംബങ്ങൾക്കും ഒരുപോലെ അവിശ്വസനീയമായ വിലക്കുറവുകളാണ് ഈ 4 ദിവസം ലുലു ഓൺസെയിലിലൂടെ ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നത്. ഞങ്ങൾ നോർമലി പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ഫ്ലാഷ് സെയിലിനെ കുറിച്ച് അറിഞ്ഞത്. നല്ലൊരു ബെസ്റ്റ് ഓഫറായിരുന്നു. ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിക്കാൻ വന്നിടത്ത് ഇപ്പോൾ ഒരുപാട് സാധനം വാങ്ങിക്കേണ്ടിയിരുന്നു. നല്ല സാധനങ്ങളുണ്ട്, വളരെ റിഡക്ഷൻ റേറ്റിലുണ്ട്. ഒരു നാട്ടിലെ ഒരു കടയിൽ കയറിയ ഒരു പ്രതീതി വന്നു തുടങ്ങി. കുഴപ്പമില്ല, നല്ല പ്രൈസിലാണ് നിങ്ങൾ കുട്ടികളുടെ ഡ്രസ്സ് വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മളെ ഫ്രണ്ട്സുകളോടൊക്കെ പറയാം. നോർമൽ പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് നമ്മൾ കറക്റ്റ് ഹാഫ് പേ ബാക്ക് കിട്ടുന്നുണ്ട്. സാധാരണക്കാർ നമ്മളെ പോലുള്ളവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണിത്. 50% ഓഫർ ഉണ്ടായിട്ട് അറിഞ്ഞു വന്നതാ. നല്ല ഓഫറാണ്, എല്ലാവർക്കും മേടിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചു. എല്ലാ സാധനങ്ങളും 50% എല്ലാ സാധനവും നമ്മൾ ഉദ്ദേശിച്ച എല്ലാ സാധനങ്ങളൊക്കെ കിട്ടി. ഓഫർ കണ്ടിട്ട് വന്നതാണ്. എന്തായാലും വന്നപ്പോൾ എല്ലാത്തിനും നല്ല രീതിയിലുള്ള ഓഫറാണ് ഇപ്പോൾ ലുലു തരുന്നത്. മുൻ വർഷം ഉപഭോക്താക്കൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് വൻ വിജയമാക്കിയ ലുലു ഓൺസെയിൽ ഇത്തവണ കൂടുതൽ വിപുലമാക്കിയാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ KSA ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് ലുലു ഓൺസെയിൽ ഷോപ്പിംഗ് അനുഭവം കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിന് ടാബി, തമാര, ഫ്ലെക്സി, ക്വാറ പോലെയുള്ള ലളിതമായ പേയ്മെന്റ് ഓപ്ഷനുകളും നൽകുന്നുണ്ട്. ഇതിനു പുറമെ പ്രത്യേക ബാങ്ക് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മയും വൈവിധ്യവും ലാഭവും വാഗ്ദാനം ചെയ്യുന്ന ഈ ഓഫർ മാമാങ്കം ഉപഭോക്താക്കളുടെ ഷോപ്പിംഗ് അനുഭവത്തെ അതുല്യവും അസാധാരണവുമാക്കുമെന്നതാണ് ലുലു ഗ്രൂപ്പിന്റെ പ്രതീക്ഷ. സുബൈറുദ്ദീൻ, 24 ദമാം. മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക മേഖലയിലെ ആദ്യ ഫിൻടെക് സ്വർണ്ണ നിക്ഷേപ പദ്ധതിക്ക് തുടക്കമിടാനൊരുങ്ങി ഓ ഗോൾഡും ബോട്ടിമും. 0.1 ഗ്രാം മുതലുള്ള സ്വർണം നിക്ഷേപിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതി UAE-യിലെ 8.5 മില്യൺ ബോട്ടിം ഉപയോക്താക്കൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. 2023 ഇരു കമ്പനികളും ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഉപയോക്താക്കൾക്ക് ബോട്ടിം ആപ്പിലൂടെ സ്വർണം വാങ്ങാനും വിൽക്കാനും ഡിജിറ്റലായി ഇടപാടുകൾ കൈകാര്യം ചെയ്യാനും സാധിക്കും.
വർഷം തോറും 3% ലാഭം ഉറപ്പാക്കും എന്നതാണ് പദ്ധതിയുടെ സവിശേഷത. ഇതോടെ സ്വർണ്ണ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ച UAE-യിലെ ആദ്യ ഫിൻടെക് കമ്പനിയായി ബോട്ടിം മാറി. മാധ്യമങ്ങൾക്ക് തുറന്ന കത്തുമായി BJP നേതാവ് C. കൃഷ്ണകുമാറിനെതിരെ പരാതി ഉന്നയിച്ച യുവതി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നെല്ലും പതിരും തിരിച്ചറിയാനാകുമെന്ന് പരാതിക്കാരി. എന്നാൽ പരാതി മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും സത്യം തെളിയില്ല എന്നും കത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ C. കൃഷ്ണകുമാറിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണവുമായി യുവതി രാജീവ് ചന്ദ്രശേഖറിന് അയച്ച പരാതിയുടെ പകർപ്പ് പുറത്തു വന്നത്. എന്നാൽ കേവലം സ്വത്തുതർക്കം മാത്രമാണെന്നും പീഡന പരാതി കോടതി തള്ളിക്കളഞ്ഞതാണെന്നുമുള്ള വിധിന്യായങ്ങളുമായി കൃഷ്ണകുമാർ ഇതിനെ പ്രതിരോധിച്ചു. ഇതോടെയാണ് മാധ്യമങ്ങൾക്ക് തുറന്ന കത്തുമായി പരാതിക്കാരിയായ യുവതി രംഗത്തെത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷന് നെല്ലും പതിരും തിരിച്ചറിയാനാകുമെന്ന് പറഞ്ഞു തുടങ്ങുന്ന കത്തിൽ സമാനമായ രീതിയിൽ പരാതിപ്പെടുന്ന സ്ത്രീകൾക്ക് ഉപദേശം. പരാതികൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും സത്യം തെളിയില്ല എന്നും കത്തിൽ പരാമർശിക്കുന്നു. കൃഷ്ണകുമാറിനെതിരെ താൻ പരാതി പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ, MT രമേശ് അടക്കമുള്ള നേതാക്കളുടെ പേരും തുറന്ന കത്തിലുണ്ട്. കോടതി വ്യവഹാരത്തിലെ ചില പിഴവുകൾ കൊണ്ടാണ് കേസ് നിലനിൽക്കാതെ പോയതെന്ന് വിവരിക്കുന്ന യുവതി കൃഷ്ണകുമാറിന്റെ സ്വാധീനവും കേസ് അന്വേഷണത്തെ ബാധിച്ചേക്കാമെന്ന് ആശങ്കപ്പെടുന്നുണ്ട്. എന്നാൽ തള്ളിപ്പോയ പഴയ കേസിന്റെ പേരിൽ ഇനി പ്രതികരണത്തിനില്ല എന്ന നിലപാടിലാണ് C. കൃഷ്ണകുമാറും BJP നേതൃത്വവും. 24 പാലക്കാട്. അക്കാഫ് അസോസിയേഷനും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന മെഗാ ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ ദുബായിൽ പുരോഗമിക്കുന്നു. സെപ്റ്റംബർ 28-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി നടക്കുക. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നുണ കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഇവിടെ അതിനായിട്ടുള്ള ആഘോഷ പരിപാടികൾക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കാഫ് അസോസിയേഷൻ്റെ ഹോളിലാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ രാപ്പകലില്ലാതെ തന്നെ ഇവിടെയുള്ള അംഗങ്ങൾ എല്ലാവരും ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെ വരെ എത്തി കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ആഘോഷ പരിപാടികളാണ്? ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നാന കാഴ്ച 2025 അക്കാഫ് അസോസിയേഷൻ്റെ 27ാമത്തെ ഓണാഘോഷമാണ് ഞങ്ങൾ നടത്തുന്നത്. ഏതാണ്ട് 30 കമ്മിറ്റികൾ ചേർന്ന് 300ഓളം അംഗങ്ങളുടെ അശ്രാന്ത പരിശ്രമവും ഫലമായിട്ട് നമ്മുടെ പരിപാടികളുടെ എല്ലാം ഭംഗിയായിട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 21-ാം തീയതി സെപ്റ്റംബർ 21 ഒന്നാം മിസ്സേഴ്സ് ന്യൂ റൂം സ്കൂളിൽ വെച്ച് നടന്നു. അതിനുശേഷം 28-ാം തീയതി സെപ്റ്റംബർ 28, 2025 അക്കാഫ് അസോസിയേഷൻ്റെ പൊന്നോണ കാഴ്ച ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ അരങ്ങേറാൻ പോവുകയാണ്. എല്ലാവരും ഫുള്ള് ആഘോഷത്തിനൊപ്പം എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. അവരിപ്പോൾ എല്ലാ ദിവസങ്ങളും തരത്തിൽ നിന്നോ കമ്മിറ്റി എന്നോ നടത്താനുണ്ട്. ഇവിടെ കഴിഞ്ഞ 45 ദിവസമായിട്ട് എല്ലാ ദിവസങ്ങളും ഇവിടെ കുറഞ്ഞ ഒരു 5 മീറ്റിങ്ങുകളെങ്കിലും നടക്കാറുണ്ട്. അതിൻ്റെ ഓരോ കമ്മിറ്റിയുടെയും 30 കമ്മിറ്റിയുടെ എനിക്ക് തോന്നുന്നൊരു 4-5 പ്രാവശ്യം ഇതുവരെ മീറ്റിങ്ങുകൾ കൂടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ ഓരോരോ ടീമിനെ ഏൽപ്പിച്ച കാര്യങ്ങൾ അവരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മിറ്റികൾ കൃത്യമായിട്ട് നടക്കുന്നു. എല്ലാവിധ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഈ വർഷത്തെ ഫ്ലവേഴ്സ് അക്കാപ്പിനാണ് കാഴ്ച ഒരു വൻ വിജയമായിരിക്കുമെന്ന് തോന്നുന്നു. അമ്മയ്ക്കൊപ്പം വ്യത്യസ്തമായ പരിപാടി ഉൾപ്പെടെ അതിൻ്റെ നിശ്ചയിക്കുന്നതിൻ്റെ സെലക്ഷനുകൾ വിവിധം പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ അധീനത്തിൽ അമ്മാനം കൊണ്ടുവരുന്നതും അവരുടെ സർട്ടിഫിക്കറ്റിംഗ് പ്രോസസ്സ് മാത്രമാക്കിയോ ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം പ്ലാനിൻ്റെ പോലെ തന്നെ അല്ലേ. അതോടൊപ്പം തന്നെ നാടൻ പാട്ടുകൾ മലയാളിക്ക് മറക്കാൻ കഴിയാത്തതാണ്. ഈ നാടൻ പാട്ടുകളുടെ ഒരു വലിയ ആഘോഷവും ഈ ഒരു അക്കാഫ് പൊന്നോണ കാഴ്ചയ്ക്കുണ്ട്. പാട്ടുകാരത്തിലൊക്കെയാണോ? പിന്നെ നാടൻ പാട്ടിൽ ഏതാണ്ട് 50ഓളം കോളേജുകൾ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും കോളേജുകൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിഗംഭീരമായിരിക്കും. കഴിഞ്ഞ തവണയാണ് നമ്മൾ ഈ നാടൻ പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് വളരെ വിജയമായിരുന്നു. ഇപ്രാവശ്യം അതിനേക്കാളും വിജയമായിരിക്കും. അടിച്ചു പൊളിക്കും നമ്മൾ. ഇതേപോലെ സദ്യക്ക് മേലോട്ട് വലിയ സദ്യയുടെ കാര്യങ്ങളെല്ലാം തന്നെ പോടേണ്ടി ചെയ്യുന്നത് എവിടെ എത്തി? അത് ഇപ്പോൾ സദ്യ അറിയാമല്ലോ, നമ്മൾ 10,000 പേർക്കാണ് നമ്മൾ സദ്യ വിളമ്പുന്നത്. വളരെ വിഭവ സംബന്ധമായ സദ്യ ഞങ്ങൾ 11 മണി മുതൽ 3 മണി എന്ന ഷെഡ്യൂൾ ചെയ്തിട്ട് കൃത്യമായിട്ട് അത് നടത്താനായിട്ട് ഞങ്ങൾ 2 വെൻഡേഴ്സായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. വളരെ വളരെ വിഭവ സംബന്ധമായ സദ്യ ഞങ്ങൾ ഉറപ്പാക്കും. മലയാളി മംഗലയിൽ രജിസ്ട്രേഷൻ ഇപ്പോൾ 100 അടുത്തു. അപ്പോൾ ഇനി പ്രോസസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി പ്രിലിമിനറി റൗണ്ടിലേക്കുള്ള ഒരു സെലക്ഷനുള്ള ഗ്രൂമിങ്ങിലേക്കുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പൊന്നാട കാഴ്ചയുടെ വേദിയിലേക്ക്. ഇനി എന്തായാലും ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പൊന്നോണ കാഴ്ച അതിഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങൾ ദുബായിൽ പുരോഗമിക്കുകയാണ്. ദുബായിൽ ശരച്ചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24.
ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ അവഗണിച്ചെന്നാരോപിച്ച് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. കഴിഞ്ഞ വർഷം ഓണറേറിയം ഇനത്തിൽ 1000 രൂപ പ്രഖ്യാപിച്ചെങ്കിലും അത് നൽകിയിരുന്നില്ല. ഇത്തവണ പൂർണ്ണമായും സർക്കാർ അവഗണിക്കുകയാണ് എന്ന് റേഷൻ വ്യാപാരികൾ കുറ്റപ്പെടുത്തി. നാളെ യോഗം ചേർന്ന് സമരപരിപാടി തീരുമാനിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് 14,000 റേഷൻ വ്യാപാരികളും അനുബന്ധ തൊഴിലാളികളുമുണ്ട്. മറ്റെല്ലാ മേഖലയിലും ജീവനക്കാർക്ക് ഓണവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ റേഷൻ വ്യാപാരികളെ സർക്കാർ പൂർണ്ണമായും അവഗണിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. മുൻ വർഷങ്ങളിൽ സർക്കാർ ഓണറേറിയമായി 1000 രൂപ നൽകിയിരുന്നു. കഴിഞ്ഞ തവണ അത് പ്രഖ്യാപിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് 1000 രൂപ ഓണറേറിയം തരാമെന്ന് പറഞ്ഞു, തന്നിട്ടില്ല. അത് ഞങ്ങളെ ക്ഷേമനിധിയിൽ ലഭിക്കാമെന്ന് പറഞ്ഞു, അതും ലഭിച്ചിട്ടില്ല. കേരളത്തിലെ റേഷൻ വ്യാപാരികൾ നേരിടുന്ന ഈ അവഗണനക്കെതിരെ ഈ ഓണക്കാലത്ത് ഒരു പ്രക്ഷോഭം വേണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഓണക്കാലത്ത് തന്നെ ശക്തമായ ഒരു പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഓണത്തോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ച ഓണക്കിറ്റുകൾ അവധി പോലും നോക്കാതെ പ്രവർത്തിച്ച് റേഷൻ വ്യാപാരികൾ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി, ഭക്ഷ്യമന്ത്രി, ധനവകുപ്പ് മന്ത്രി എന്നിവരുമായി നിരന്തരം ഈ വിഷയം സംസാരിച്ചതാണ്. നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനമെന്നും വ്യാപാരികൾ പറയുന്നു. 24 കോഴിക്കോട്. വാർത്തകളിലേക്ക് വീണ്ടും. ചെന്നൈ അണ്ണാസാലയിലെ പാഴ്സൺ മാനറിൽ വിനായക ചതുർത്ഥി ആഘോഷം വിപുലമായി നടന്നു. രാവിലെ 11:30 നടന്ന പൂജയോടെയായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം. തുടർന്ന് കോംപ്ലക്സിലെ എല്ലാവർക്കുമായി സദ്യ ഒരുക്കിയിരുന്നു. 500ഓളം പേരാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.